The artist in this video is trying to recreate some common issues between siblings. By the way, subscribe ചെയ്തായിരുന്നോ? അമ്മേ, ഇത് ഇവിടെ കിടന്ന എൻ്റെ ഷർട്ട് എന്തിയേ? എന്നാണ് അന്വേഷിക്കുന്നത്? എടി അത് പിന്നെ എൻ്റെ ഡേ, ഞാൻ ആരോട് വെച്ചിട്ട് എൻ്റെ ഷർട്ട് എടുത്തിട്ടത്? എൻ്റെ ഷർട്ട് ഇങ്ങോട്ട് എടുത്തേ. എന്താ ഏട്ടാ ഇങ്ങനെ? ഈ വീട്ടിൽ എൻ്റെ എന്നോ നിൻ്റെ എന്നോ ഒക്കെ ഉണ്ടോ? എല്ലാം നമ്മുടെ അല്ലേ? ഒത്തില്ല ഏട്ടാ. കഴിഞ്ഞ ആഴ്ച മോളോട് ഞാൻ കുറച്ച് വൈഫൈ ചോദിച്ചപ്പോൾ മോൾ എന്തോ പറഞ്ഞത്? വാഴകൾക്ക് കൊടുക്കാൻ നിൻ്റെ വൈഫൈ ഇല്ലെന്നല്ലേ? എടുക്കിടക്ക് എൻ്റെ ഷർട്ട് ഇങ്ങോട്ട് എടുക്കും. ആഹാ, ഷർട്ട് തരാനേ എനിക്ക് മനസ്സില്ല. ഇതേടെ പട്ടി കോരിയിടേ. അയ്യോ, അത് ഞാൻ വളർത്തുന്ന പട്ടിയിടല്ലേ? അമലേ, ഞാനെങ്ങാനും ചൂലെടുത്തോണ്ട് വന്നാൽ രണ്ടിനെയും തല്ലി ഞാനിപ്പോ പുറത്താക്കും. ഇതെന്തോടാ മൃഗസാധോ? ഇതെന്തോ പ്രശ്നം? അമ്മ നോക്കമ്മ എന്റെ ഷർട്ട്. എന്ത് ഷർട്ട്? അവൾ നിന്റെ പെങ്ങളല്ലേ? അവളത് തിരിച്ചു തരും. രണ്ടിനെ ഈ പരിസരത്ത് കൊണ്ടുപോകരുത്. ഡാ, നിന്റെ മുറി കയറിപ്പടാ. കുളങ്ങി വെച്ചിട്ടുണ്ട്. ഓ, തമ്പുരാട്ടിയോട് ഇനി പ്രത്യേകം പറയണമായിരിക്കും. കയറിപ്പോടി. ഇല്ല, നിന്റെ മോളൂസിനെ ഞാൻ ഉറക്കിത്തരാം. മോതിരൊക്കെ അവന്തിക കൃഷ്ണൻ. ഏതാടേ കൊച്ച്? ഇത് ഞാൻ അമ്മേനോട് പറയും. അച്ചോ അച്ചോ അച്ചോ, പ്ലീസ് നീ പറയില്ലടി. പറയാതിരുന്ന നീ എനിക്ക് എന്ത് തരും? മാസം നിനക്ക് 500. 500? അമ്മ, എത്ര രൂപ തരും? 1000 രൂപ തരാം. 1000. എന്താ അച്ചു വിളിച്ചേ? അച്ചു പ്ലീസ് പ്ലീസ് പ്ലീസ്. അല്ലമ്മ, ഇവിടെ ഒരു പാറ്റ തല്ലിക്കൊല്ലണോന്ന് അറിയാൻ വേണ്ടി വിളിച്ചയാ. പാറ്റയാണെ തല്ലി കൊന്നേക്കച്ചു. തൽക്കാലം ഇത് ഞാനും നീ മാത്രമേ അറിയുള്ളൂ. എനിക്ക് കുറച്ച് ഡിമാൻഡൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്തു തരേണ്ടി വരും. എന്ത് നല്ലൊരു കൊച്ച്. ഇതിന് നിന്നെ കിട്ടുള്ളൂ എന്ന് ആലോചിക്കുമ്പോഴാണ്. അച്ചു, ഇത് ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്, നീ എടുത്ത് ചേച്ചിക്കും കൊടുത്തേ. ഇതാ ചേച്ചി, നിന്റെ അളവ് നോക്കി എടുത്തതായിരിക്കും. ഞാനൊന്നും നോക്കിയില്ല. അമ്മേ, നമ്മുടെ സ്കൂളിൽ നിന്നുണ്ടല്ലോ ഗേൾസ് എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ബാക്കി പറയണ്ട, എൻ്റെ പൊന്നുമോൾ ഇവിടെ നിന്ന് ഒരിടത്തും പോകുന്നില്ല. എന്തു അമ്മ, ഇവളാണോ ഇതൊക്കെ തീരുമാനിക്കുന്നത്? അമ്മ, ഞാൻ 10th എന്നെ ഇവിടെ നിന്ന് ടൂർ വിട്ടായിരുന്നോ? ഇല്ലല്ലോ. അപ്പം എൻ്റെ അനിയത്തി അങ്ങനെ ഇപ്പോൾ പോകണ്ട. അല്ല, എങ്ങോട്ടാ? വണ്ടർല. ആ, ബെസ്റ്റ്. ഇവിടെ ഇത്രയും നല്ല വെള്ളം ഉണ്ടായിട്ട് മാസത്തിൽ ഒരു തവണ കുളിക്കുന്നവളാണ് ഇനി വണ്ടർലയിൽ പോയി കുളിക്കാൻ പോകുന്നത്. അമ്മ, ഇവളെന്തിനാ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരുന്നേ? അവൾ പറഞ്ഞതന്നെ എനിക്ക് പറയാനുള്ളൂ. അല്ലെങ്കിലും അമ്മ പണ്ടേ ഇവളുടെ സൈഡാണല്ലോ. ഓ, അമ്മ പണ്ടേ ഇവളുടെ സൈഡാണല്ലോ. ഇന്നേ തവിട് കൊടുത്ത് മേടിച്ചേ. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വൈകി ഇവിടെ ഇരിക്കാൻ. എന്നാ പിന്നെ എന്നിട്ട് പോടി. ആ, പോവുക. അമ്മൂസേ, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തന്നേടി. എന്തോ കേട്ടില്ല? ഇച്ചിരി വെള്ളം എടുത്ത് തരാൻ. 2022 ഫെബ്രുവരി 25 വൈകുന്നേരം 7 മണിക്ക് നീ ഈ കട്ടിലിൽ കിടന്നപ്പോൾ ഞാനൊരു ഗ്ലാസ് വെള്ളം ചോദിച്ചു. അപ്പം നീ എന്തോ പറഞ്ഞേ? സൗകര്യമില്ലാന്ന്. വേണം ഇപ്പോൾ എടുത്ത് കുടിക്കും. അമ്മ, ഇവിടെ ഞാൻ എൻ്റെ ഹാൾ ടിക്കറ്റ് വെച്ചെന്ന് കണ്ടായിരുന്നാ? എന്തോ അടി കിടന്ന് തിരക്കുന്നേ? എടാ, ഇവിടെ വെച്ചിരുന്ന പേപ്പർ നീ കണ്ടായിരുന്നോ? ഈ ടേബിളിൻ്റെ പുറത്ത് മടക്കി വെച്ചിരുന്നതോ? ആ, അത് തന്നെ.
അതിങ്ങനെ എടുത്തേനി. Sorry for the break. കഴിഞ്ഞല്ലോ. ബൈ. എൻ്റെ ടേബിൾ കാണണം, എന്നെയും കാണണം. അതിങ്ങനെ സെറ്റാവാം. നീ ചരിക്കല്ലേ, ഇങ്ങോട്ട്. ഓക്കെ, തക്ക് ഇപ്പോൾ. ഹായ്. അപ്പോൾ ആഫ്റ്റർ എ ലോങ് ടൈം, അതായത് ഒരു 5 മാസത്തെ ബ്രേക്കിന് ശേഷം നമ്മുടെ ചാനലിൽ വീണ്ടും വീഡിയോ ഇട്ടേക്കുവാണ്. അപ്പോൾ എക്സാംസൊക്കെ ആയിട്ടാണ് ബ്രേക്ക് എടുത്തതെന്ന് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സാംസ് കഴിഞ്ഞ ഡേറ്റിൽ കറക്റ്റായിട്ട് വന്ന് ചേച്ചി എക്സാംസ് കഴിഞ്ഞില്ലേ, ഇനി വീഡിയോ എടുത്തില്ലേ എന്നൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എക്സാംസ് കഴിഞ്ഞിട്ട് വീഡിയോസ് ചെയ്ത് തുടങ്ങണം എന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ റിംഗ് ലൈറ്റ് പണി മുടക്കി എന്ന് പറയുമ്പോൾ അത് ഫുള്ളായിട്ട്, ആദ്യമൊക്കെ കുറച്ചൊക്കെ എങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അത് ഫുള്ളായിട്ട് പണി മുടക്കിയിട്ടുണ്ട്. അപ്പോൾ അത് പണി മുടക്കിയെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വീഡിയോ നിർത്താൻ പറ്റത്തില്ല. ഇന്നത്തെ വീഡിയോ ലൈറ്റിങ്ങിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം നോർമൽ ലൈറ്റ് വെച്ചിട്ടാണ് ചെയ്തത്, ഇല്ലാണ്ട് എക്സ്റ്റേണൽ ആയിട്ട് ലൈറ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതുപോലത്തെ സിബ്ലിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കിവിടെ ഷെയർ ആക്കി കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.